അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു ഡെലിവറൻസിന് വേണ്ടി ആഗ്രഹിക്കുന്ന, ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്ന, ഒരു മുന്നേറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന, ക്രിസ്തുവിൽ തികഞ്ഞ ഒരു വ്യക്തിയാകാൻ, ശക്തി പ്രാപിക്കാൻ, ശക്തി ആർജിക്കാൻ, ശക്തിയോടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ഈ സന്ദേശം ഭയങ്കര അനുഗ്രഹമായിരിക്കും. നിങ്ങൾ ഒരു ദൈവിക ശുശ്രൂഷയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, ഇറങ്ങിയ വ്യക്തിയാണെങ്കിലും, നിങ്ങൾ ഒരു പ്രാർത്ഥന പോരാളിയായ വ്യക്തിയാണെങ്കിലും, ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും, ക്രിസ്തീയ ജീവിതത്തിൽ ഇടറിപ്പോയ വ്യക്തിയാണെങ്കിലും, ഇടറാതെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, നല്ലൊരു ദൈവ പൈതലാണെങ്കിലും, നല്ലൊരു ദൈവ പൈതലാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പ്രയോജനപ്പെടുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനയാക്കി പരിശുദ്ധാത്മാവ് ഇന്നത്തെ ഈ സന്ദേശം മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ കൂട്ടായ്മയിലേക്ക് ഹാർദവമായ സ്വാഗതം. മനുഷ്യനെ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയപ്പോൾ അവൻ അധികാരം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അവൻ അധികാരമുള്ള ഒരു വ്യക്തി ആയിരുന്നത് കൊണ്ട് തന്നെ അവന് ദൈവത്തെ കാണുവാനും സംസാരിക്കുവാനും ദൈവിക കൂട്ടായ്മ ആചരിക്കാനും എല്ലാം കഴിഞ്ഞു. എന്നാൽ അവനിൽ നിന്ന് എന്തോ ഒന്ന്, ഇങ്ങനെ മാത്രം ഞാൻ പറയുന്നു, എന്തോ ഒന്ന്, അത് നമുക്ക് സാന്നിധ്യം എന്ന് പറയാം, ഗ്ലോറി എന്ന് പറയാം, ജീവൻ എന്ന് പറയാം. ഞാൻ ഇങ്ങനെ പറയാം, എന്തോ ഒന്ന്, അതായത് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്ന എന്തോ ഒന്ന് അവനിൽ നിന്ന് മാറിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വീഴ്ചകളും തകർച്ചകളും മരണവും വന്നു തുടങ്ങി. എന്നാൽ നഷ്ടപ്പെട്ടത് മടക്കി തരുന്ന ഒരു പദ്ധതിയും സ്വഭാവവും നമ്മുടെ ദൈവത്തിന് അന്നു മുതലേ ഉണ്ടായിരുന്നതുകൊണ്ട് മനുഷ്യന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് കഴിയും എന്ന ഒരളവിലേക്ക്, ഒരനുഭവത്തിലേക്ക് ദൈവം മനുഷ്യനെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നു. ഇന്ന് നിങ്ങൾക്ക് ചിലതൊക്കെ തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ പേരിലുള്ളത് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ എഴുന്നേറ്റേ മതിയാകുകയുള്ളൂ. എവിടെ നിന്നാണ് ഒരു വ്യക്തി എഴുന്നേൽക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവൻ്റെ വിചാരങ്ങൾക്കകത്തു നിന്നും ചിന്തകൾക്കകത്തു നിന്നും മനുഷ്യന് കെട്ടിയ സ്ട്രോങ് ഹോൾഡുകളിൽ നിന്നും മനുഷ്യൻ എഴുന്നേറ്റേ മതിയാകുകയുള്ളൂ. അതിന് ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. സദൃശവാക്യങ്ങൾ 21:22 വാക്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ, സദൃശവാക്യങ്ങൾ 21:22, സദൃശവാക്യങ്ങൾ 21 സദൃശവാക്യം അതിൻ്റെ 22 വാക്യം വായിക്കുകയാണെങ്കിൽ, ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ കയറുകയും അതിൻ്റെ ആശ്രയമായ കോട്ടയെ ഇടിച്ചു കളയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ വചനത്തിനൊരാമേൻ പറയാൻ എത്ര ദൈവമക്കൾക്ക് പറ്റും? ഈ വചനത്തിനൊരാമേൻ പറയാൻ എത്ര പേർക്ക് പറ്റും? ഒന്നുകൂടെ ഞാൻ വായിക്കാം. ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ കയറുകയും അതിൻ്റെ ആശ്രയമായ കോട്ടയെ ഇടിച്ചു കളയുകയും ചെയ്യുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വായിച്ചാലാണ് കുറച്ചും കൂടെ നമുക്ക് പവർഫുൾ ആയിട്ട് തോന്നത്തുള്ളൂ. എ വൈസ് മാൻ സ്കെയിൽസ് ദി സിറ്റി ഓഫ് ദി മൈറ്റി ആൻഡ് ബ്രിങ്സ് ഡൗൺ ദി സ്ട്രോങ് ഹോൾഡ് ഇൻ വിച്ച് ദേ ട്രസ്റ്റ്. ജ്ഞാനി ജ്ഞാനം സംസാരിക്കുക മാത്രമല്ല, ജ്ഞാനം പഠിപ്പിക്കുക മാത്രമല്ല, ജ്ഞാനി
ജ്ഞാനിയാണെന്ന് നടിക്കുക മാത്രമല്ല, ജ്ഞാനി കോട്ടകളെ ഇടിക്കുന്നു. ആരാണ് ജ്ഞാനി? ജ്ഞാനി ആരാണെന്ന് ചോദിച്ചാൽ കോട്ടകളെ ഇടിക്കാനുള്ളതാണ് എന്ന് തിരിച്ചറിയുന്നവനും ഞാൻ ഇടിക്കേണ്ട കോട്ട ഇതാണ് എന്ന് തിരിച്ചറിയുന്നവനുമാണ് ജ്ഞാനി. വല്ലവന്റെയും കോട്ട ഇടിച്ച് തകർക്കാനല്ല, ഞാൻ തന്നെ എനിക്ക് വിരോധമായി കെട്ടിയ കോട്ടയും മറ്റു ശക്തികൾ എനിക്ക് വിരോധമായി കെട്ടിയ കോട്ടകളും ഇടിച്ച് തകർക്കാനുള്ളതാണ് എന്ന് തിരിച്ചറിയുന്ന അങ്ങനെ ഒരു അവബോധമുള്ള ഒരു വ്യക്തിയെയാണ് ജ്ഞാനി എന്ന് നമുക്ക് ഈ ഭാഗത്തിൽ കോട്ട ഇടിക്കുന്ന ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇന്ന് ദൈവാത്മാവ് ഈ വചനത്തിലൂടെ നമ്മെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, നിന്നെ ഒരു മൂഢനായിട്ടല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, ഒരു വിഡ്ഢിയായിട്ടല്ല ദൈവം താങ്കളെ കാണുന്നത്. കഴിവില്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റു പലരും പറഞ്ഞ് സ്ഥാപിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒന്നിനും കഴിയത്തില്ല എന്നൊരളവിലും അവസ്ഥയിലും അല്ല ദൈവം താങ്കളെ കാണുന്നത്. ഈ പ്രെയർ മീറ്റിംഗിൽ താങ്കളെ കൊണ്ടുവരണമെന്ന് എൻ്റെ സർവശക്തനായ ദൈവം ഇച്ഛിച്ചപ്പോൾ ദൈവത്തിൻ്റെ തിരുവുള്ളത്തിൽ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, യഹോവ നിന്റെ ദീപത്തെ കത്തിക്കണമെന്ന്. ദൈവത്തിന് നിന്റെ ദീപത്തെ കത്തിക്കണമെന്ന്. ഓ മൈ ഗാഡ്, ദാവീദ് പറഞ്ഞതുപോലെ യഹോവ എന്റെ ദീപത്തെ കത്തിക്കുമെന്ന് പറഞ്ഞതുപോലെ, സുഹൃത്തെ, നീ എവിടെ അണഞ്ഞോ, അല്ല നിന്നെ എവിടെ വെച്ച് ആർ അണച്ചോ, അണഞ്ഞ തിരി ദൈവം കത്തിക്കാൻ പോവുക. അണഞ്ഞുപോയ നിന്റെ തിരി ദൈവം കത്തിക്കാൻ പോവുക. പുകഞ്ഞു തുടങ്ങിയ നിന്റെ തിരിയെ നീ പുകഞ്ഞു തുടങ്ങി, ഇനി നീ കുറച്ചുകൂടെ കഴിയുമ്പോൾ അണഞ്ഞു പൊക്കോളും എന്നൊക്കെ ചിലര് പ്രവചിച്ച ചില വാക്കുകളൊക്കെ ദൈവം ക്യാൻസൽ ചെയ്യാൻ പോവുക. നിന്നെ കോട്ടയെ ഇടിച്ച് തകർക്കാൻ പരിശുദ്ധാത്മാവ് ക്ഷണിക്കുകയാണ്. ഓക്കെ, ഇവിടെ ആവശ്യം വീരന്മാരുടെ കോട്ടകളെ ഇടിക്കണം. കോട്ടകളെ ഇടിക്കണം. കോട്ടകളെ ഇടിക്കാൻ ആയുധം മാത്രം പോരാ, ആർജവം മാത്രം പോരാ, താല്പര്യം മാത്രം പോരാ, ആരോഗ്യം മാത്രം പോരാ, നമുക്ക് ജ്ഞാനവും ആവശ്യമാണ്. ആയുധം മതി എന്ന് പറയുകയാണെങ്കിൽ ഏതായുധവും കൊണ്ട് കോട്ട ഇടിക്കാം എന്നൊരർത്ഥമുണ്ട്. എന്നാൽ കോട്ടയെ ഇടിക്കേണ്ട ആയുധം ഇന്നതാണ് എന്ന് പറയുന്നതാണ് ശരിയായ ടേം. ശരിയല്ലേ? ആയുധം എന്ന് പറഞ്ഞാൽ പേനക്കത്തിയും ഒരായുധമാണ്, കോടാലിയും ഒരായുധമാണ് എന്നതുപോലെ പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം ഇതിനേക്കാൾ ഉയർന്ന അളവിലുള്ളതെല്ലാം ആയുധങ്ങൾ തന്നെയാണ്. എന്നാൽ കോട്ടകളെ ഇടിക്കാനുള്ള ആയുധം ഏതാണ് എന്ന് കണ്ടെത്തുന്നതാണ് ശരിയായ ഒരു ജ്ഞാനി എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ചുഴറ്റിയെറിയലുകളാണ്. ചുഴറ്റിയെറിയലുകളാണ്. കൊള്ളുന്നിടത്ത് കൊള്ളും. എന്തെങ്കിലുമൊക്കെ ചെറിയ തേങ്ങ വീഴാൻ വേണ്ടി ഒരു കല്ലെടുത്തെറിയുമ്പോൾ അതിലുള്ള കൊച്ചങ്ങയിലെങ്കിലും കൊണ്ട് തേങ്ങ വീണില്ലെങ്കിലും ഒരു കൊച്ചങ്ങ നിലത്ത് വീഴുന്നത് പോലെയാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് എവിടുന്നെങ്കിലുമൊക്കെ ഇച്ചിരി മറുപടി വരുന്നത്. ശ്രദ്ധിക്കണം. എന്നാൽ അത് പൂർണ്ണമായ മറുപടികളായി വരുന്നില്ല. തേങ്ങായി നോക്കി എറിഞ്ഞു, അതിൻ്റെ കൊച്ചങ്ങയിൽ അല്ലെങ്കിൽ വെള്ളക്കയിൽ കൊണ്ടതുപോലെ എവിടെയൊക്കെയോ ഏതൊക്കെയോ ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രം പൊട്ടിയും പൊടിഞ്ഞും വിള്ളല് വീണും ഒരു ചെറുപ്രകാശം ജീവിതത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ലഭിച്ച പ്രകാശത്തിൽ സംതൃപ്തി കണ്ടെത്തേണ്ടി വരുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ യേശു കർത്താവിൻ്റെ മിനിസ്ട്രിയും യേശു കർത്താവിൻ്റെ പ്രയറും വിശുദ്ധ പൗലോസ്ലീഹായുടെ പ്രയറും മിനിസ്ട്രിയും പത്രോസിന്റെ മിനിസ്ട്രിയും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ എവിടെയെങ്കിലും തേങ്ങ നോക്കി എറിയുമ്പം വെള്ളക്കയിലും കൊച്ചങ്ങയിലും കൊള്ളുന്ന കളിയല്ല, അത് തേങ്ങയെ തന്നെ കൊള്ളുന്ന പോലെ
ഒരു ഷാർപ്പ് ഷൂട്ടറാക്കി മാറ്റാൻ ദൈവാത്മാവ് ഇന്ന് സജ്ജമായി നമ്മുടെ മധ്യത്തിലുണ്ട്. കുഞ്ഞ, നിന്റെ പ്രാർത്ഥനകൾ എവിടെയെങ്കിലും തടയപ്പെടുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ വിചാരിക്കുന്നത് പോലെ പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടുന്നില്ലല്ലോ എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആശിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നില്ലല്ലോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇവിടെവിടെയോ നീ എറിഞ്ഞ കല്ലിന്റെ വേഗത കുറയ്ക്കുന്നതോ, നീ എറിഞ്ഞ കല്ലിന്റെ ഉന്നത്തെ തട്ടിത്തെറിപ്പിക്കുന്നതോ തെറ്റിക്കുന്നതോ ആയ ഒരു സംഭവം ഈ അറ്റ്മോസ്ഫിയറിൽ എവിടെയോ ഉണ്ട്. അതെന്താണ്? അത് എവിടെയാണ്? അത് എന്തിനാണ്? എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് കണ്ടെത്തി തകർക്കുകയാണ് ശരിയായ ഒരു ജ്ഞാനിയുടെ ലക്ഷണം, അല്ലെങ്കിൽ ജ്ഞാനിയുടെ പ്രാധാന്യം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നീ ആഗ്രഹിക്കുന്ന ഒരു ജ്ഞാനം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. നീ ആഗ്രഹിക്കുന്ന ഒരു ഓപ്പണിംഗ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ. കർത്താവേ, ഞങ്ങൾ സകല മേഖലകളിൽ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുവാൻ ഇടയായ ചിലതിനെയൊക്കെ ഇന്ന് കണ്ട് കെട്ടുവാൻ, അതിന്മേലൊരു ജയമെടുക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ കയറുന്നു. മോനെ, ഇത് വളരെ നമ്മൾ ചിന്തിച്ചാൽ ഒരു വല്ലാത്ത ഒരു അവസ്ഥ ഈ വചനത്തിനകത്തുണ്ട്. കാരണം ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ കയറുന്നു എന്ന് പറയുമ്പോൾ, അപ്പോ സാത്താൻ നമ്മളെക്കാൾ ജ്ഞാനി ആയതുകൊണ്ടാണോ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് അവൻ ഇടിച്ചു കയറിയത് എന്നൊരു ചോദ്യം അതിനകത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങളിൽ ആരും സാത്താനെ വാ 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 എന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ല. സാത്താനെ, നിനക്ക് ഞാൻ ഇടം തരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി പോലും അങ്ങനെ പറയാൻ സാധ്യതയില്ല. എന്നിട്ടും നമ്മുടെ പട്ടണത്തിലേക്ക്, നമ്മുടെ ഉറപ്പുള്ള ഗോപുരത്തിനകത്തേക്ക്, നമ്മൾ പ്രാർത്ഥിച്ചു വേലി കെട്ടിയ വീടിനുള്ളിലേക്ക്, നമ്മൾ പ്രാർത്ഥിച്ചാരംഭിച്ച ദാമ്പത്യത്തിനകത്തേക്ക്, നമ്മൾ പ്രാർത്ഥിച്ചു സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്ന നമ്മുടെ മനസ്സിനകത്തേക്ക്, നമ്മുടെ ചിന്തകൾക്കകത്തേക്ക് ഒരു വീരനെ പോലെ സാത്താൻ കയറിയിട്ടുണ്ടെങ്കിൽ, നീ കെട്ടിയ, ദൈവം കെട്ടിയ ചില കോട്ടകളെ ഇടിച്ച് തകർക്കാൻ വേണ്ടിയിട്ടല്ലേ? In the mighty name of Jesus. Hallelujah. അങ്ങനാണെങ്കിൽ ഏത് കോട്ടയിൽ നിന്നും നമ്മുടെ കോട്ടയിലേക്ക് വന്നോ, ആ കോട്ടയ്ക്കകത്ത് ചെന്ന് ഇനി അവിടുന്ന് ആരും പുറപ്പെട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ അവന്റെ കോട്ടയെ തകർത്ത് കളയുകയാണ് ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം. അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കാൻ ശക്തനാണ്. ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ കയറുകയും അതിൻ്റെ ആശ്രയമായ കോട്ടകളെ ഇടിച്ച് കളയുകയും ചെയ്യുന്നു. A wise man scales the city of the mighty and brings down the stronghold in which they trust. ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ എനിക്ക് വിരോധമായി കെട്ടിയ കോട്ടകൾ, എനിക്ക് വിരോധമായി നിന്ന് ആലോചന കഴിക്കുന്ന കോട്ടകൾ പരിശുദ്ധാത്മാവ് ഇടിച്ച് തകർക്കാൻ പോവാണ്. എന്താണ് കോട്ടകളെ ഇടിക്കാൻ ഒരു മനുഷ്യന് പ്രധാനമായിട്ടും ആവശ്യമെന്ന് ചോദിച്ചാൽ തികഞ്ഞ ദൈവവിശ്വാസം തന്നെയാണ്. അവിടുന്ന് ഞാൻ വീണ്ടും മുമ്പോട്ട് പോവാണ്. തികഞ്ഞ ദൈവവിശ്വാസം. 2, അഭിഷേകത്തിലുള്ള നമ്മുടെ ഉറപ്പ്. അഭിഷേകത്തിലുള്ള ഉറപ്പ് എന്ന് പറയുമ്പോൾ അത് വചനത്തിനകത്തും ഉള്ള ഉറപ്പ് എന്നും കൂടെ അർത്ഥമുണ്ട്. അഭിഷേകത്തിലുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, എൻ്റെ ബൈക്കിൽ 1/2 ടാങ്ക് പെട്രോൾ കിടക്കുമ്പോൾ എനിക്ക് എറണാകുളത്തേക്ക് പോകുന്ന, അല്ലെങ്കിൽ കോട്ടയത്തേക്ക് പോകുന്ന, അല്ലെങ്കിൽ അടൂരിലേക്ക് പോകുന്ന ഒരു ധൈര്യം
ഒരിക്കലും റിസർവിൽ കിടക്കുമ്പോൾ എനിക്ക് ഉണ്ടാവില്ല. ഉണ്ടാവില്ല. ഒരു 1/2 ടാങ്ക് പെട്രോളൊക്കെ എൻ്റെ ബൈക്കിൻ്റെ കപ്പാസിറ്റി വെച്ച് കിടക്കുവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കൊട്ടാരക്കര താണ്ടും, കൊട്ടാരക്കര വരെയെങ്കിലും ഞാൻ എത്തും എന്നൊരു ധൈര്യം എൻ്റെ ഉള്ളിലുണ്ട്. അത്ര ഉറപ്പ് എൻ്റെ ഉള്ളിലുണ്ട്. കാര്യം എന്താ? ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ടാങ്ക് ഒരു 1/2 ടാങ്ക് എങ്കിലും ഉണ്ട്. സ്തോത്രം എന്നത്. പക്ഷേ എൻ്റെ വണ്ടി റിസർവ് ആണെങ്കിൽ എനിക്കൊരിക്കലും കൊട്ടാരക്കര പോയിട്ട് എനിക്ക് ഇവിടുന്ന് കൊറ്റാമം വരെ പോലും എത്താനുള്ളൊരു ധൈര്യം എനിക്കുണ്ടാകത്തില്ല. കാരണം എപ്പോൾ തീരും. സി, ഇതുപോലെയാണ് നമ്മുടെ മേൽ കർത്താവ് ഫില്ല് ചെയ്യുന്ന അനോയിന്റിങ്ങിലുള്ള നമ്മുടെ ഉറപ്പ്. സാത്താൻ എപ്പോഴും നോക്കുന്നത് എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനും അതുപോലെ എൻ്റെ ചങ്കിൻ്റെ ഉറപ്പുമാണ്. സാത്താൻ എപ്പോഴും നോക്കുന്നത് അവൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഭീരുത്വമാണ്. അവൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഭീരുത്വമാണ്. അന്നേരം അവൻ നമ്മുടെ ലൈഫിലേക്ക് മെല്ലെ അല്ലെങ്കിൽ വേഗത്തിൽ വന്നു കയറും. അഭിഷേകത്തിലുള്ള എൻ്റെ ഉറപ്പാണ്, അല്ലെങ്കിൽ ദൈവം എന്നെ അനോയിന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള എൻ്റെ ഉറപ്പാണ് എനിക്ക് ചില കോട്ടകളിലേക്ക് കടന്നു ചെല്ലാനുള്ള ധൈര്യം വരുത്തുന്നത്. 2, ദൈവവചനത്തിനകത്തുള്ള നമ്മുടെ തികഞ്ഞ ആശ്രയത്വം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശക്തനായ ഒരു അഭിഷിക്തനെ കാണാം. എടുത്ത ന്യായാധിപന്മാരുടെ പുസ്തകം സാംസൺ എന്നാണ് ആ മനുഷ്യന്റെ പേര്. ഷിംഷോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായം. ഹോളി ഗോസ്റ്റ് ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 3-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിയേ. ശിംഷോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. ഈ വാക്യം കേട്ട് നിങ്ങൾ കിടന്നുറങ്ങരുത്. അർദ്ധരാത്രിയിൽ കിടന്നുറങ്ങി എന്നല്ല, അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. സാധാരണ ഒരു മനുഷ്യൻ നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്ലീപ്പിലേക്ക് വീഴുന്ന ടൈം എന്ന് പറയുന്നത് അർദ്ധരാത്രിയാണ്. 10 മണിക്ക് കിടന്നാൽ നമ്മളൊരു 1 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മുടെ ഈ പകല് കാണുന്ന എല്ലാ ഈ ഒരു സിമ്പിളത്തരമൊക്കെ അങ്ങ് മാറും. പിന്നെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇത് ആ പുള്ളി തന്നെയാണോ ഈ പുള്ളിന്ന് തോന്നുന്ന രീതിയിലായി നമ്മൾ പ്രത്യേകമാകുന്ന ഒരു എക്സ്പ്രഷനിലൊക്കെ ആയിരിക്കും നമ്മൾ കിടക്കുന്നത്, അല്ലേ? സ്പൈഡറിനെ പോലെയൊക്കെ കിടന്നു കളയും ചില ആൾക്കാർ. ഓക്കെ, സി. പക്ഷെ ഇവിടെ ശിംഷോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി എന്ന് വചനം പറയുമ്പോൾ എന്തിനാണ് ആ മനുഷ്യൻ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റത് എന്ന് ചിന്തിക്കണം. അർദ്ധരാത്രിയിൽ എന്തിനാ മനുഷ്യൻ എഴുന്നേറ്റു? മോനെ, നല്ല രീതിയിൽ അധ്വാനിക്കുന്ന മനുഷ്യൻ അർദ്ധരാത്രി കിടന്നുറങ്ങിയിട്ട് അതികാലത്തെ എഴുന്നേറ്റ് നല്ല രീതിയിൽ കായികാധ്വാനം ചെയ്യാൻ പോകും. പറമ്പി കളിക്കുന്നവരാരും അർദ്ധരാത്രിയിലല്ല തുമ്പയും കൊണ്ടിറങ്ങുന്നത്. എനിക്ക് എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ അവർ ഈ സമയം നന്നായിട്ട് ഉറങ്ങിയിട്ട് അവർ രാവിലെ 4:30 മണി 5 മണിയാകുമ്പോൾ ചാടി എഴുന്നേൽക്കും. അവരാദ്യം കൈവെക്കുന്നത് തുമ്പായിലായിരിക്കും. കിളച്ചാലേ അവർക്ക് സമാധാനം വരുള്ളൂ. അതുപോലെ തന്നെ എല്ലാ പണിക്കാരും അതിരാവിലെ അവർ പോകും. പക്ഷേ ഒരു ആത്മീയ പോരാളിയെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ടൈമിംഗ് ഷെഡ്യൂളുകൾക്കകത്ത് വ്യത്യാസം വരുത്തിയതായി നമുക്ക് വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. അതികാലത്തെ എഴുന്നേറ്റ ഒത്തിരി അഭിഷിക്തന്മാരെ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാം. അങ്ങനെ ഒരു മെസ്സേജ് യൂട്യൂബിൽ കിടപ്പുണ്ട്. അതികാലത്തെ എഴുന്നേറ്റവർ. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ഞാൻ തന്നെ പ്രസംഗിച്ചത് കാണാൻ പറ്റും. അതികാലത്തെ എഴുന്നേറ്റവർ. അത് ആ മെസ്സേജ് ഒരു ഭയങ്കര അനോയിന്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. നമ്മൾ പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു മെസ്സേജാണ്. ഉറക്കം കെടുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. സ്തോത്രം. നമുക്ക് എപ്പോഴും ഭയങ്കര ഉറക്ക ക്ഷീണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മെസ്സേജ് എടുത്ത് കേട്ടാൽ മതി, മാറിക്കോളൂ. കാരണം എഴുന്നേറ്റാൽ വല്ല ഗുണമുണ്ടോ എന്ന് അറിയണമല്ലോ, എന്നിട്ട് എഴുന്നേറ്റാൽ പോരെ. അന്നേരം ആ മെസ്സേജ് കേട്ടാൽ മതി. അപ്പോൾ ഇവിടെ ഒരാത്മീയ പോരാളിയെ സംബന്ധിച്ചിടത്തോളം അവർ പണിയെടുക്കുന്ന സമയം അർദ്ധരാത്രികളുടെ സമയങ്ങളിലാണ്. ഈ കോട്ടകൾ ഇടിക്കണമെങ്കിൽ
ഈ കോട്ടകൾ ഇടിക്കണമെങ്കിൽ, പിശാചിന്റെ സ്ട്രോങ് ഹോൾഡുകളെ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ, സാത്താന്റെ പദ്ധതിയെ തച്ചുടയ്ക്കണമെങ്കിൽ, നിന്റെ ഉറക്ക സമയം അർദ്ധരാത്രി വരെയാകണം. അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് മാറുന്നവന്റെ ജീവിതം, അവന്റെ പല്ലുകൾക്ക് മൂർച്ച കൂടും, അവന്റെ ഉപയോഗത്തിൽ വ്യത്യാസം വരും, അവന്റെ അധികാരത്തിനകത്ത് ഉയർച്ചകളുണ്ടാകും. ഇവിടെ വചനം പറയുന്നു നോക്കിയേ. അനന്തരം ശിംശോൻ ഗസ്സയിൽ ചെന്ന് അവിടെ ഒരു വേശ്യയെ കണ്ട് അവളുടെ അടുക്കൽ ചെന്നു. ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം മുമ്പോട്ട് നിങ്ങൾ ചിന്തിക്കാൻ. ശിംശോൻ ഇവിടെ വന്നിരിക്കുന്നു എന്ന് ഗസ്യർക്ക് അറിവ് കിട്ടി. അവർ വന്നു വളഞ്ഞ് അവനെ പിടിപ്പാൻ രാത്രി മുഴുവനും പട്ടണവാതിൽക്കൽ പതിയിരുന്നു. ഈ പതിയിരിക്കുന്ന സാധനങ്ങളൊക്കെ ഈ കവർച്ചക്കാരൻ വരുന്നത് രാത്രികളിലാണ്. കാര്യം എന്താ? ഒന്ന്, ഉറങ്ങുന്നവൻ സ്പൈഡറിനെ പോലെ കിടക്കും എന്നുള്ളത് കൊണ്ടും, രണ്ട്, കൂർക്കം വലിയുടെ താളം പിടിച്ചും എല്ലാം കള്ളന് മനസ്സിലായി. എനിക്ക് സുഖമായിട്ട് വാതിൽ തുറന്ന് കയറി എനിക്ക് ആവശ്യമുള്ള എടുത്തിട്ട് പൂട്ടിയിട്ട് പോയാലും ഇവൻ രാവിലെ ആയാലും 10 മണിയാവാതെ എഴുന്നേക്കത്തില്ല. അപ്പൊ കള്ളം വരുന്നത് രാത്രികളിലാണ്. പതിയിരിപ്പുകാരൻ വരുന്നതും രാത്രികളിലാണ്. കാരണം പ്രഭാതത്തിൽ ഇവൻ എഴുന്നേൽക്കുന്നത് ഇവനെ ട്രാപ്പിലാക്കണം. ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദിവസം പോയി എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന് എഴുന്നേറ്റിട്ടൊരു മൂഡില്ല, ഇന്ന് എന്തോ പോലെ, എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ നീ എഴുന്നേറ്റ ഉടൻ നിന്നെ പിടിക്കാൻ തക്കവണ്ണം തയ്യാറായിട്ട് പതിയിരിപ്പുകാരെ ഇരുന്നുകൊണ്ട് ഇന്ന് പൊട്ടിച്ചെറിഞ്ഞോണം അതിനെയൊക്കെ യേശുവിന്റെ നാമത്തിൽ. എന്നാൽ ആത്മാവുള്ളവൻ ചാടി എഴുന്നേറ്റ് 4 അന്യഭാഷ പറയുമ്പോൾ പൊടുപട പൊട്ടിപ്പോകാനുള്ളത് ഉള്ളി കേട്ടൊക്കെ. അപ്പൊ ഇവിടെ പതിയിരിപ്പുകാരൻ പതിയിരിക്കുന്നു. നിങ്ങൾ അന്നേരം ആലോചിക്കണം, ഗസ്യയിൽ എത്തുന്ന സമയത്തും ശിംശോൻ ആൾ അനോയിന്റഡ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ മേലൊരു ഭയങ്കര സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. ഈ അഭിഷേകമുള്ളവന്റെ മേൽ പിശാച് ഒന്നും ചെയ്യത്തില്ല എന്ന് മാത്രം നിങ്ങൾ പറയരുത്. അഭിഷേകമുള്ളവന് നേരെയാണ് സാത്താൻ ഏറ്റവും കൂടുതൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. കുഞ്ഞേ, നീ പ്രാർത്ഥിച്ചാൽ വല്ലതും നടക്കുവോ? നീ കൈവച്ചാൽ എന്തെങ്കിലും സംഭവിക്കുവോ? നീ കൽപ്പിച്ചാൽ വല്ലതും നടക്കുവോ? നിന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ ദൈവത്തിന് പ്രയോജനപ്പെടുമോ? തീർച്ചയായിട്ടും നിനക്കെതിരെ സാത്താൻ പദ്ധതി തയ്യാറാക്കല്ല ചെയ്ത, മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. നമ്മൾ പ്രാർത്ഥിച്ച് വിടും, സാത്താൻ പ്രവർത്തിച്ച് വിട്ടിട്ട് പോകുന്നൊരു ശീലയില്ല. അതാണ് നമ്മുടെ കുറവ്. നമ്മൾ പ്രാർത്ഥിച്ചിട്ടോ എത്ര കാലമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലം ഉപവസിക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടേച്ചും പോവും. പക്ഷെ സാത്താൻ ആ ശീലയില്ല. അവനൊന്ന് നോക്കിയാൽ കൊണ്ടേ വരാവൂ എന്നൊരു പ്രതിജ്ഞ അവന്റെ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. അതിനെ തകർത്തു വിടാനുള്ള അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും പലരും പ്രാർത്ഥിച്ച് ഉപേക്ഷിച്ച് കളയുകയാണ് പതിവ്. അവൻ ജയിച്ചില്ലേ? പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഗസ്യർക്ക് അറിവ് കിട്ടി. അവർ വന്ന് വളഞ്ഞ്, ആ വാക്ക് ശ്രദ്ധിക്കണം, അവർ വന്ന് വളഞ്ഞ്, ഒരു കോട്ട രൂപത്തിലായില്ലേ? അവർ വന്ന് വളഞ്ഞ് എന്ന് പറഞ്ഞാൽ ശിംശോൻ രാവിലെ കിഴക്ക് ദർശനം എഴുന്നേറ്റ് കിഴക്കോട്ട് പോയാലും പടിഞ്ഞാറോട്ട് പോയാലും തെക്കോട്ട് പോയാലും വടക്കോട്ട് പോയാലും ശിംശോൻ പിടിപെടും എന്നത് ഉറപ്പാണ്. റൈറ്റ്? വന്ന് വളഞ്ഞ്. സുഹൃത്തെ, നിന്നെ ഏതെങ്കിലും ഒരിടത്തിട്ട് പിടിക്കുകയല്ല സാത്താൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. നീ എങ്ങോട്ട് തിരിഞ്ഞാലും നിന്നെ ട്രാപ്പിലാക്കണമെന്നുള്ളതാണ് അവന്റെ അജണ്ട. അജണ്ട പൊളിക്കണമെങ്കിൽ അധികാരം ചലിക്കണം. അജണ്ട പൊളിയണമെങ്കിൽ അധികാരം ചലിക്കണം. എനിക്ക് അധികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, എനിക്ക് അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അഭിഷേകം അധികാരത്തോടെ ചലിച്ചു തുടങ്ങണം. അത് റിസൾട്ടിൽ വെളിപ്പെടണം. ഞാൻ ഇനി ഇവിടെ നിങ്ങളെ കൊണ്ടുപോകുന്ന പൗലോസിലേക്കാണ്. അത് റിസൾട്ടിൽ വെളിപ്പെടണം. നമ്മൾ പ്രാർത്ഥിക്കുന്നു, റിസൾട്ട് വെളിപ്പെടുന്നുണ്ടോ? ഇല്ല എന്ന് പറയാൻ വരട്ടെ, റിസൾട്ട് വെളിപ്പെടണം. കാരണം പ്രാർത്ഥനയിൽ റിസൾട്ടുകൾ വെളിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ റിസൾട്ട് വെളിപ്പെടണം. അങ്ങനെ ഒരു തലം തുറക്കാൻ പോവുക. ഇന്ന് മുതൽ നീ പ്രാർത്ഥിച്ചാൽ മറുപടികൾ വെളിപ്പെടും. അതിനെ തടയുന്ന കോട്ടകളൊക്കെ ഇന്ന് തകരാൻ പോവുക.
അപ്പോ രാത്രി മുഴുവനും അനങ്ങാതിരുന്നു. കാരണം നേരം വെളുക്കുമ്പോൾ അവനെ കൊന്നുകളയാം എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ ഈ സാത്താൻ പദ്ധതികൾ തയ്യാറാക്കുന്നത് രാത്രികളിലാണ്. നാളെ നിന്റെ ജീവിതത്തിൽ എന്തൊന്നു കൊണ്ടുവരണമെന്ന് സാത്താൻ ഇന്ന് രാത്രി പദ്ധതി തയ്യാറാക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്നവന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ രാത്രിയിലെ ഉറക്കത്തെ, അല്ലെങ്കിൽ രാത്രിയെ പകലാക്കി ശീലിച്ചവന്റെ ജീവിതത്തിൽ അവന്റെ പദ്ധതികൾ വിലപ്പോവില്ല. വിലപ്പോയ ചരിത്രമില്ല ബൈബിളിൽ. യേശു രാത്രികളിൽ പ്രാർത്ഥിച്ചു, മിനിസ്ട്രി ഫെയിലായിട്ടില്ല. പൗൽ രാത്രിയിൽ പ്രാർത്ഥിച്ചു, മിനിസ്ട്രി ഫെയിലായിട്ടില്ല. ആരും അകാല മരണം പ്രാപിച്ചിട്ടില്ല, കർത്താവ് അനുവദിക്കാത്ത പക്ഷം. പീറ്റർ രാത്രി പ്രാർത്ഥിച്ചു, മിനിസ്ട്രി ഫെയിലായിട്ടില്ല. ഹന്ന രാത്രി പ്രാർത്ഥിച്ചു, അത്ഭുതം കൊണ്ടുവന്നു. ഇതുപോലെ പ്രാർത്ഥിച്ച വീരന്മാരെല്ലാം തന്നെ രാത്രികളിൽ പ്രാർത്ഥിച്ചു. അവർ പകൽ ഉറങ്ങി, ആരും ഉറങ്ങാതെ ഒന്നും പ്രാർത്ഥിച്ചില്ല. അവർ റെസ്റ്റ് എടുക്കേണ്ട സമയം റെസ്റ്റ് എടുത്തു. പക്ഷെ ലൈഫേ റെസ്റ്റിന് വേണ്ടി മാറ്റി വെച്ചവരുടെ കാര്യം കഷ്ടം. ഇവിടെ രാത്രികളിൽ ശത്രു തയ്യാറാക്കിയ പദ്ധതികളെ വെളുക്കുന്നേടം വരെ വെച്ചേക്കാൻ പരിശുദ്ധാത്മാവ് അനുവദിച്ചില്ല. പല രാത്രികളിലും സാത്താൻ നിന്റെ ജീവിതത്തിൽ നടത്തണമെന്നു പറഞ്ഞ് തയ്യാറാക്കിയ പദ്ധതികളെ ഈ നൈറ്റ് പ്രയറിൽ, ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിൽ തകർക്കാൻ നീ തയ്യാറാണെങ്കിൽ എത്ര കാലം പഴക്കമുള്ളതും പൊട്ടിച്ചെറിയുവാൻ സ്വർഗം നിനക്കൊരധികാരം ഇന്ന് പതിച്ചു തരാൻ പോവുക. ശ്രദ്ധിച്ചേ, വചനം പറയുന്നത് രാത്രി മുഴുവനും അനങ്ങാതിരുന്ന് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: നേരം വെളുക്കുമ്പോൾ അവനെ കൊന്നുകളയാം. കാരണം വേറെ ഒന്നുമല്ല, ദൈവത്തിന്റെ ശക്തി ഇവൻ വഹിക്കുന്നത് കൊണ്ട് സാത്താനും മഹാഭീഷണിയായി ചെക്കൻ. ദൈവത്തിന്റെ ശക്തി വഹിക്കുന്നു എന്ന് പറയുമ്പോഴും ശിംശോന്റെ മേലുണ്ടായിരുന്നൊരു ബലഹീനത എന്ന് പറയുന്നത് സ്ത്രീയായിരുന്നു. ശിംശോന് സ്ത്രീയാണ് ബലഹീനത എന്നതുപോലെ പലർക്കും പല ബലഹീനതകളുണ്ട്. ആ ബലഹീനതകളാണ് സാത്താന്റെ സ്ട്രോങ് ഹോൾഡ്. ആ ബലഹീനതകളാണ് സാത്താന്റെ സ്ട്രോങ് ഹോൾഡ്. നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് ചിന്തിച്ചേ പറ്റൂ. എന്തുകൊണ്ട് എന്ന് നമ്മൾ ചോദിക്കുമ്പം ഇന്നത് കൊണ്ട് എന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തരുവാണെങ്കിൽ നമ്മൾ അതിനെ കാണാനും അറിയാനും അതിനെ കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ഇത്ര അഭിഷേകം വഹിക്കുന്ന ഒരു മനുഷ്യൻ, അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ 3-ാമത്തെ വാക്യം വായിക്കണം. ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പട്ടണവാതിലിന്റെ കതകും കട്ടിളക്കാൽ 2 ഓടാമ്പലോടുകൂടെ പറിച്ചെടുത്തു ചുമലിൽ വെച്ച് പുറപ്പെട്ട് ഹെബ്രോനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി. ഇത് അഭിഷേകം, ഇത് അഹങ്കാരമല്ല, ഇത് അഭിഷേകമാണ്. നിങ്ങൾ ഓർത്തു നോക്കാം, പതിയിരിപ്പുകാരൻ പതിയിരിക്കുമ്പോൾ പട്ടണത്തിന്റെ വാതില് സഹിതം, പട്ടണവാതിലിന്റെ കതകും കട്ടിളക്കാല് ഓടാമ്പലോടുകൂടെ വലിച്ചു പിഴുതെടുത്ത് ചുമലിൽ വെച്ച് മല കയറി മലയിൽ കൊണ്ടൊക്കെ ഇട്ടു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ കൂടെ ദൈവം അല്ലാതെ പിന്നെ ആരാ ഉള്ളേ? എന്നിട്ടും അതിനെ കെയർ ചെയ്യാൻ ശിംശോന് കഴിയാതെ പോയ ഒരവസ്ഥ തൻ്റെ ലൈഫിലുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിച്ച്, ഇത് ശുശ്രൂഷകന്മാർ മാത്രമല്ല, ഇത് 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 കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ മക്കളും കേൾക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് സാംസണിൽ നിൽക്കുമ്പോൾ തന്നെ അതേ സ്ഥാനത്ത് സാത്താന്റെ ഒരു സ്ട്രോങ് ഹോൾഡും കൂടെ ഇദ്ദേഹത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് ഒരു മോശ ബന്ധം, കൂടാൻ കൊള്ളാത്ത ബന്ധം. തനിക്കൊരു വൈഫ് നിൽക്കുമ്പോൾ
വൈഫിൻ്റെ സഹോദരിയുമായിട്ട് ഒരു വല്ലാത്തൊരു സ്ട്രോങ് ഹോൾഡ് വസിക്കുന്ന ഒരു വ്യക്തിത്വവും കൂടെ ഈ മനുഷ്യനിലുണ്ട്. ഇത് പൊട്ടിച്ചു പുറത്തു വരാത്ത പക്ഷം ശത്രു നമ്മൾ മുമ്പോട്ടുള്ള അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ ശിംശോന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചു എന്ന് പറയുന്നു. നിങ്ങൾ അതിനെ ഒന്ന് സ്പിരിച്വലി ഒന്ന് നിങ്ങളൊന്ന് എടുത്തേ. കണ്ണ് കുത്തി പൊട്ടിച്ച് വികൃത രൂപമാക്കി കളഞ്ഞു സാംസണെ ശത്രു സൈന്യം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തൻ്റെ ശക്തി നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. തൻ്റെ ജടയിൽ ദൈവം വെച്ചിരുന്ന തൻ്റെ ശക്തി താൻ കത്രിച്ച് കളവാൻ വേണ്ടി അധികാരം ഒരു സ്ത്രീക്ക് കൊടുത്തത് കൊണ്ട് തന്നെയാണ് തൻ്റെ ശക്തി നഷ്ടപ്പെട്ടത്. ഈ ദൈവശക്തി വസിക്കുന്ന കാലം വരെ ഉള്ളേ നമ്മുടെ എല്ലാം ജയകരമായ ക്രിസ്തീയ ജീവിതം. ആരും മറന്നു പോകരുത്. കാര്യം ദൈവം മറുപടി തന്നില്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മൾ പോലും മനസ്സിലാകാതെ നമ്മിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹെവൻലി പവർ ഉണ്ട്. ഈ ശക്തി ചോർന്നു പോകുന്നത് വരെ ഉള്ള ജയമേ ഉള്ളൂ നമുക്ക് ഈ ഭൂമിയിൽ. എന്ന ശക്തി തന്നെ വിട്ടുമാറിയോ, ദൈവശക്തി തന്നെ വിട്ടുമാറിയോ, അന്ന് ശത്രുവിന്റെ കൈ ശിംശോന്റെ മേത്ത് വീണു. പിശാച് പദ്ധതി ഒരുക്കുന്നുണ്ട്, പരിപാടിയെല്ലാം വിഭാവനം ചെയ്യുന്നുണ്ട്, നിനക്കെതിരെ കുഴി കുഴിക്കുന്നുണ്ട്. എല്ലാം സമ്മതിച്ചാലും ശത്രുവിന്റെ പദ്ധതി നിന്റെ മേൽ ഇന്ന് വരെ ഏറ്റിട്ടില്ല. അവൻ കുഴിച്ച കുഴിയിൽ നീ വീണിട്ടില്ല. ഈ കണ്ണീ കൊള്ളാനുള്ളത് പുരികത്തു കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ അവന്റെ കുഴി കണ്ടു, പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് മാറിപ്പോയതുപോലെയൊക്കെ കർത്താവ് നമ്മെ ഒഴിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ വസിക്കുന്നത് കൊണ്ടാണ്. അയ്യോ പാസ്റ്റർ, ഞാൻ അന്യഭാഷ പറയുന്നില്ല, ഞാൻ എല്ലാവരെയും പോലെ ആരാധിക്കുന്നില്ല, ചാടുന്നില്ല, തുള്ളുന്നില്ല എന്ന് പറഞ്ഞാലൊന്നും ശക്തി നമ്മുടെ മേൽ ഇല്ല എന്നർത്ഥമില്ല. ഹല്ലേലൂയ. ശക്തി നമ്മുടെ മേൽ വന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ തുള്ളണമെന്നും ചാടണമെന്നൊന്നുമില്ല. ശക്തി നമ്മുടെ മേൽ വസിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ സന്ദേശം വരെ നിങ്ങൾ ഇരുന്ന് ഉറങ്ങാതെ കേൾക്കുന്നത്. പക്ഷേ ഈ പട്ടണത്തിന്റെ കതകും വാതിലും ഓടാമ്പലോടുകൂടെയും വലിച്ചു പിഴുതെടുത്തുകൊണ്ടുപോയ മനുഷ്യൻ മുമ്പോട്ടുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കണ്ണുകുത്തിപ്പൊട്ടിച്ചും കൈ പുറകിൽ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് താഴ്ത്തപ്പെടുന്നതിൻ്റെ കാരണം പ്രിയപ്പെട്ട സുഹൃത്തെ, ശക്തി നഷ്ടപ്പെടുത്തിയതാണ്. ഇന്ന് ശരീരത്തിന്റെ 2 കണ്ണുകൾ ശിംശോന്റേത് കുത്തി പൊട്ടിച്ചുവെങ്കിൽ പലരുടെയും ആത്മകണ്ണുകൾ സാത്താൻ ബന്ധിച്ചു കളഞ്ഞതിന്റെ കാരണം എവിടെയൊക്കെയോ സാത്താന് സ്ട്രോങ് ഹോൾഡ് ഉള്ളത് കൊണ്ടാണ്. സൈറ്റാനിക് വർഷിപ്പർ അല്ലെങ്കിൽ പോലും സാത്താൻ അതിശക്തമായ ഒരു സ്ട്രോങ് ഹോൾഡ് നമ്മിൽ ഉള്ളത് കൊണ്ടാണ് പലരുടെയും ആത്മീയ കണ്ണുകൾ ഇന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ബന്ധനത്തിനകത്ത് കിടക്കുമ്പോഴും തികഞ്ഞ കാഴ്ചയോടുകൂടെ ഒരു പന്ത വെളിച്ചത്തിൽ മാത്രം നിഴല് പോലെ മാത്രം കാണാൻ കഴിയുന്ന കൂനിക്കുത്തി കുറുകിയിരിക്കുന്ന ഒരു ഇരുട്ട് തുറുങ്കിനകത്ത് കാരാഗ്രഹത്തിനകത്ത് കൂനിയിരിക്കുമ്പോഴും മുട്ടുകുത്തി കൂനി മാത്രം നിൽക്കാൻ കഴിയുന്ന പരിമിതമായ സ്ഥല സൗകര്യങ്ങളുള്ള കാരാഗ്രഹത്തിനകത്തും പൗലോസും ശീലാസും തികഞ്ഞ കാഴ്ചയോടും കാഴ്ചപ്പാടോടും കൂടെ ദൈവത്തെ ആരാധിച്ചതിന്റെ മഹത്വവും വെളിപ്പെട്ടത് ഒരർദ്ധരാത്രിയിലാണ്. ഹല്ലേലൂയ. ഇവിടെ ഒരു വ്യക്തി തൂണിന്മേൽ ചാരിയിരുന്ന് 2 കണ്ണുകളും കുത്തിപ്പൊട്ടിച്ച് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിലങ്ങിട്ട് കെട്ടി കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒന്ന് കേറി പറഞ്ഞോട്ടെ, ജ്ഞാനിയായ ഒരു മനുഷ്യൻ, നമ്മൾ വായിച്ച പോലെ ജ്ഞാനിയായ ഒരു മനുഷ്യൻ മുട്ടുകുത്തി മാത്രം നിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കൂനിക്കുറുകി മാത്രം നിൽക്കാൻ കഴിയുന്ന ആ കാരാഗ്രഹത്തിനകത്തെ പരിമിതിയെ പ്രാർത്ഥനയുടെ വേളകളും അവസരങ്ങളുമാക്കി മാറ്റിയതാണ് ഒരു മനുഷ്യന്റെ കരവും ഇല്ലാതെ ലോക്കപ്പ് തുറക്കാനും അടിത്തറയിളകാനും ഇടയാക്കിയത്. ഇന്ന് ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. മനുഷ്യൻ നിന്നെ ഒതുക്കിയെങ്കിൽ നീ ഒതുങ്ങി എന്ന് കരുതരുത്. നീ ഇപ്പോൾ താൽക്കാലികമായി നീ ഒതുങ്ങേണ്ടി വന്നത്
ഒന്ന് ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിക്കാനാണ് എന്ന് തിരിച്ചറിയുക. മനുഷ്യൻ നിന്നെ ഒതുക്കിയോ കുഞ്ഞെ? മനുഷ്യൻ നിന്നെ ഇരുത്തിക്കളഞ്ഞോ? ഇരുന്നത് നല്ലതാ. ആ ഇരുന്ന സമയം നീ പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം വേർതിരിക്കുക. മനുഷ്യൻ നിന്നെ വീട്ടിലിരുത്തിക്കളഞ്ഞോ? വീട്ടിലിരുത്തിയത് നല്ലതാ. പൗലോസിനെ കാരാഗ്രഹത്തിൽ ഇരുത്തിക്കളഞ്ഞോ എന്ന് ചോദിച്ചതുപോലെ, കാരാഗ്രഹത്തിൽ ഇരുത്തിക്കളഞ്ഞോ പൗലോസെ? അതെ, എന്നെ കാരാഗ്രഹത്തിനകത്ത് ഇരുത്തിക്കളഞ്ഞു. നാളെ ഒരു മീറ്റിംഗ് ഉള്ളതാ. സാരയില്ല, ഇന്നത്തെ രാത്രി നീ കാരാഗ്രഹത്തിനകത്തായത് നീ പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നെ ഇരുത്തിയതാണെന്നങ്ങ് കാണുക. പൗലോസെ, കാരാഗ്രഹത്തിനകത്ത് സൗകര്യക്കുറവുണ്ടോ? ഭയങ്കര സൗകര്യക്കുറവ്. ആകെ മുട്ടുകുത്തിയേ നിൽക്കാൻ പറ്റത്തുള്ളൂ. നന്നായി, മുട്ടുകുത്തി നിർത്തിയ നിന്റെ ഈ അവസരത്തെ നീ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായിട്ട് നീ ഉപയോഗിച്ചാൽ മതി. ഹേയ്, പൗലോസും ശീലാസും ഒരു മനസ്സോടുകൂടെ ആ പരിമിതികളായി കാണാതെ, പരിമിതികളെ, ആ ഒതുങ്ങിപ്പോയ അവസ്ഥയെ ഒരു ഒരുക്കത്തിനുള്ള അവസരങ്ങളാക്കി കണ്ടതുപോലെ നീ ഒതുങ്ങിപ്പോയ ആ ഇടത്തിരുന്നു കൊണ്ട്, നീ ഇരുന്നു പോയ ആ വീട്ടിലിരുന്നു കൊണ്ട് നീ ഒന്ന് ആരാധിക്കാൻ തയ്യാറായാൽ, നീ ഒന്ന് കണ്ണു തുറക്കാൻ തയ്യാറായാൽ, ദൈവം നിന്നെ ചില നാളുകളിലെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരുത്തിക്കളഞ്ഞത് ഇതൊരു പുതിയ ഒരു പദ്ധതിയാണെന്ന് നീ തിരിച്ചറിയുകയാണെങ്കിൽ ഇന്നെന്തോ ചിലത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. പൗലോസ് മുട്ടുകുത്തി അർദ്ധരാത്രിയിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദേ നോക്കി, അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. എനിക്ക് പാടി സ്തുതിച്ചു അവിടെ നിൽക്കട്ടെ, എനിക്ക് പ്രാർത്ഥിച്ചു മാത്രം ഞാൻ ഇപ്പോൾ എടുക്കാം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. എൻ്റെ ചിന്ത ഇതാണ്, ഇതുപോലൊരു വചന ശുശ്രൂഷയില്ല, ഇതുപോലൊരു ഒരുക്കിയെടുക്കലുകളില്ല, ഇതുപോലെ പ്രാർത്ഥിക്കാൻ ആരും ഇല്ല. ഓ മൈ ഗോഡ്, എത്ര പരിമിതിയാണ്. നിങ്ങൾ നോക്ക്, നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിന് മുന്നേ നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചു, രണ്ടാമത് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു, മൂന്നാമത് ദൈവവചനം വായിച്ചു, നാലാമത് വീണ്ടും പ്രാർത്ഥിച്ചു, അഞ്ചാമത് ദൈവവചന ശുശ്രൂഷ തുടങ്ങി. എന്തൊരു ഒരുക്കമാണ്. പക്ഷേ ആളും ആരവാരങ്ങളും പ്രാർത്ഥനാ സഹായികളും കൈകൊട്ടലുകളും ഡ്രമ്മടിയും ഓർഗനും മൈക്കും ഒന്നും ഇല്ലാതിരുന്നിട്ടും, വെളിച്ചവും സൗകര്യങ്ങളും വെള്ളവും ഭക്ഷണവും ഒന്നും ഇല്ലാതിരുന്നിട്ടും ആ പരിമിതികളെ ഒതുങ്ങിപ്പോയല്ലോ ഞാൻ എന്ന ചിന്തകളില്ലാതെ അതിനെ അവസരങ്ങളാക്കി മാറ്റിയ ആ കാരാഗ്രഹത്തിൻ്റെ ഇരുട്ട് തുറുങ്കിനകത്ത്, ഇരുട്ട് കല്ലറയ്ക്കകത്ത്, ജയിലറയ്ക്കകത്ത്, അഴിക്കകത്ത്, അന്ധകാരത്തിനകത്തിരുന്നു കൊണ്ട് പ്രകാശങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഭൂകമ്പം സഹിതം വെളിപ്പെടുത്തിയതിൻ്റെ കാരണം പലരും ഒതുക്കിക്കളയാമെന്ന് ചിന്തിച്ചതുകൊണ്ട് തന്നെയാണ്. ഇന്ന് നിങ്ങളെ പലരും ഒതുക്കിക്കളയാമെന്നും നിർത്തൽ ചെയ്യിച്ച് കളയാമെന്നും നശിപ്പിച്ച് കളയാമെന്നും ചിതറിച്ച് കളയാമെന്നും ബന്ധിച്ച് കളയാമെന്നും നേർച്ചകളിട്ടോ വഴിപാടുകളിട്ടോ നിങ്ങളെ തുടച്ചു മാറ്റിക്കളയാമെന്നും നിങ്ങളുടെ വസ്തുവും വകയുമൊക്കെ അപഹരിച്ചെടുക്കാമെന്നും നിനക്ക് കിട്ടാനുള്ളതിനെയൊക്കെ കൈയിട്ട് വാരാമെന്നും ഒക്കെ പല പദ്ധതികൾ ശത്രു വിഭാവനം ചെയ്യുമെങ്കിൽ, ഇന്നൊരു ശിംഷോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങിയതുകൊണ്ട് അവന് ശക്തി കുറഞ്ഞുപോയി നല്ല വചനം പറയുന്നത്. അർദ്ധരാത്രി വരെ കിടന്നുറങ്ങിയതുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ സാത്താനീയ തുല്യമായ മനുഷ്യർ അവനെതിരായി കഴിച്ച ദുരാലോചനകളെ മുന്നമേ കണ്ട് തകർത്തെറിഞ്ഞ് ജയിക്കാൻ ആ മനുഷ്യന് സാധിച്ചതുപോലെ ഇന്ന് നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് നിങ്ങൾ ഇതിനെതിരെ ഒന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ, നീ ഇന്നൊരു ജ്ഞാനിയുടെ അനുഭവത്തിലേക്ക് ഒന്ന് ഉണരുവാൻ തയ്യാറാണെങ്കിൽ, നിന്നെ കൊണ്ട് ചില പദ്ധതികൾ പരിശുദ്ധാത്മാവിനെ ചെയ്തെടുക്കാനുണ്ട്. ആരും പ്രാർത്ഥിക്കാനില്ലെങ്കിലും ലഭ്യമായ സ്ഥലത്തിരുന്നുള്ള ലളിതമായ പ്രാർത്ഥനകൾ, പൗലോസിൻ്റെയും ശീലാസിൻ്റെയും പാട്ടും പ്രാർത്ഥനയും കയ്യടിയും എൻ്റെ ദൈവം സ്വീകരിച്ചതുപോലെ, കുഞ്ഞെ, ഇന്ന് നീ വിതുമ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് നിരാശപ്പെട്ടുകൊണ്ട് അപ്പാ എന്ന് വിളിച്ചുകൊണ്ട്, യേശുവേ എന്ന് വിളിച്ചുകൊണ്ട്, കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് എന്നെ കടാക്ഷിക്കണമേ എന്നുള്ള നിന്റെ നിലവിളിയും പ്രാർത്ഥനയും
നീ ഒതുങ്ങിപ്പോയ അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് വിളിക്കുന്നത് പരിശുദ്ധാത്മാവ് കേൾക്കുകയാണ്. നിനക്ക് വേണ്ടി സ്വർഗീയ വെളിച്ചമാണ് വെളിപ്പെടാൻ പോകുന്നത്. പൗലോസേ, ശീലാസേ, നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന സ്വർഗീയ അഡ്വക്കേറ്റ് ആണ്. പൗലോസേ, ശീലാസേ, കാരാഗ്രഹ പ്രമാണിക്ക് മനസ്സലിഞ്ഞ് നിന്നെ രാത്രിയുടെ യാമങ്ങളിൽ തുറന്നു വിടുകയല്ല. അവരാരും തുറന്നു വിടത്തില്ല, അവരാരും രക്ഷിക്കാൻ വരത്തില്ല, ഒരു മനുഷ്യകരവും നിനക്ക് വേണ്ടി ചലിക്കാനില്ല എന്നറിയുന്ന ദൈവം, നിഷ്കളങ്കമായ നിന്റെ പാട്ടും പ്രാർത്ഥനയും സ്വീകരിച്ച ദൈവം, പല രാത്രിയുടെ യാമങ്ങളിൽ ദൈവസന്നിധിയിൽ കരഞ്ഞത് കണ്ട ദൈവം, ഇന്ന് നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ഒരു ലൈറ്ററിന്റെ വെളിച്ചം പോലും ഒരു മനുഷ്യനും കരുണ കൊണ്ട് നിന്റെ ഇരുട്ടറയ്ക്കകത്ത് വെളിപ്പെടുത്തത്തില്ല എന്നറിയുന്ന ദൈവം, നിന്റെ പ്രാർത്ഥനയിലും പാട്ടിലും സ്വർഗത്തിൽ നിന്നൊരു സ്വർഗീയ വെളിച്ചം അത് വെളിപ്പെടുത്താൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. പൗലോസിനും ശീലാസിനും വെളിച്ചം വേണമെന്ന് ചോദിച്ചില്ല. പൗലോസിനും ശീലാസിനും ഗേറ്റ് തുറക്കണമെന്ന് പ്രാർത്ഥിച്ചില്ല. പൗലോസും ശീലാസും കാരാഗ്രഹം തകരണമെന്ന് പ്രാർത്ഥിച്ചില്ല. പൗലോസും ശീലാസും ഞങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിച്ചില്ല. അവർക്കൊന്നേ അറിയത്തുള്ളൂ, പാടാനും പ്രാർത്ഥിക്കാനും, പാടാനും പ്രാർത്ഥിക്കാനും, പാടാനും പ്രാർത്ഥിക്കാനും. എനിക്കും അതേ അറിയത്തുള്ളൂ, പാടാനും പ്രാർത്ഥിക്കാനും, പാടാനും പ്രാർത്ഥിക്കാനും, പാടാനും പ്രാർത്ഥിക്കാനും. ഹേയ്, നീ കുറെ കാലമായല്ലോ തട്ടാൻ തുടങ്ങിയിട്ട്, കുറെ കാലമായല്ലോ നീ വീണ്ടും ജനിച്ച കൂട്ടരുടെ കൂടെ പോയിട്ട്, കുറെ കാലമായല്ലോ നീ പള്ളി പള്ളി എന്ന് പറഞ്ഞ് നടന്നിട്ട്, എന്നിട്ട് നീ എന്ത് നേടി, എന്തു മേടിച്ചു, എന്തുണ്ടാക്കി, എന്തുണ്ട് നിനക്ക് പറയാൻ എന്ന് നിന്റെ മുഖത്ത് നോക്കി പലരും ചോദിച്ചാൽ, പൗലോസിനോടും ചോദിച്ചാൽ പറയാൻ ഇതേ ഉള്ളൂ, എനിക്ക് പാട്ടും പ്രാർത്ഥന ഇത്രേ അറിയത്തുള്ളൂ. പാടാനും പ്രാർത്ഥിക്കാനും, പാടാനും പ്രാർത്ഥിക്കാനും മാത്രം അറിയാമെന്നുള്ള സാധുജനം ബന്ധനസ്ഥരായി ഇരുന്നു കൊണ്ട്, ആമേൻ, അധരത്തിന് വിലങ്ങ് വെക്കാൻ കഴിയാത്തത് കൊണ്ട് എവിടെ ഇരുന്ന് തനിക്ക് പ്രാർത്ഥിക്കാൻ, എവിടെ ഇരുന്നും തനിക്ക് പ്രാർത്ഥിക്കാൻ ദൈവം കൃപ കൊടുത്തിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് മുട്ടുമടക്കി സ്വർഗത്തിലേക്ക് നോക്കി, മുട്ടുമടക്കി സ്വർഗത്തിലേക്ക് നോക്കി അവർ പ്രാർത്ഥിച്ചു, സ്തുതിച്ചു, പ്രാർത്ഥിച്ചു, സ്തുതിച്ചു. അതിൻ്റെ മധ്യത്തിൽ ദൈവിക വെളിച്ചം, സ്വർഗീയ വെളിച്ചം അവരുടെ അറയ്ക്കകത്തു മിന്നി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരു മനുഷ്യനും നിന്റെയും ജീവിതത്തിൽ ഒരു ലൈറ്റർ വെളിച്ചം പോലും അടിച്ചു തരാനില്ലാതിരിക്കുമ്പോൾ പാടാനും പ്രാർത്ഥിക്കാനും, പാടാനും പ്രാർത്ഥിക്കാനും നിന്നെ ദൈവം നിയോഗിക്കുന്നുണ്ടെങ്കിൽ നീ അത് ചെയ്തോണം. ഹല്ലേലൂയ. പൂട്ടു തുറന്നു തരാൻ താക്കോല് കയ്യിലുള്ളവന് പോലും മനസ്സില്ലാതിരിക്കുമ്പോൾ, ഒരു മനുഷ്യനും നിന്റെ പൂട്ട് തുറന്നു തരാൻ ഇല്ല, ഉണ്ടാകത്തില്ല എന്നറിയുന്ന ദൈവം സ്വർഗീയ ചാവിയും കൊണ്ടാണ് ഇറങ്ങിയത്. ഭൂമിയിൽ മനുഷ്യൻ പൂട്ടിയ പൂട്ടൊക്കെ തുറക്കാൻ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഞാൻ ചെയ്തു തരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് പലരും പറയും. അന്നേരം ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, എന്താണെന്നറിയാവോ? നിങ്ങൾ ചെയ്തു തരണമെന്ന് അല്ലേലും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചെയ്തു തരുന്ന പ്രശ്നമില്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞൊരു അബ്ബാ എനിക്ക് സ്വർഗത്തിലുണ്ട്. അതെൻ്റെ ബലമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അഡ്വക്കേറ്റും പൗലോസിനെയും ശീലാസിനെയും പുറത്തിറക്കണമെന്ന് വാദിക്കത്തില്ല എന്നറിയാമെന്നുള്ളത് കൊണ്ട് പാടാനും പ്രാർത്ഥിക്കാനും മാത്രം അറിയാവുന്ന സാധുക്കൾക്ക് വേണ്ടി മനുഷ്യന്റെ ശക്തിയും ശബ്ദവും അല്ല, സ്വർഗീയ ശക്തിയും ശബ്ദവുമാണ് വെളിപ്പെടുത്തി കാരാഗ്രഹത്തിൻ്റെ ഡോറ് തുറക്കുമല്ല, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം പോലും ഇളക്കിക്കളഞ്ഞതുപോലെ പിശാച് നിനക്കെതിരെ ഇട്ട കോൺക്രീറ്റ് കെട്ടുകളെ പരിശുദ്ധാത്മാവ് പൊട്ടിക്കുക. മനുഷ്യനും സാത്താനും കൂടെ ചേർന്ന് നിനക്കെതിരെ തയ്യാറാക്കിയ ചില പ്രശ്നങ്ങളുടെ അടിത്തറകളെ ആത്മാവിന്ന് തകർത്തു മാറ്റി ചെയ്യാൻ പോയത് ശബ്ദങ്ങളാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിനക്കെതിരെ ഉണ്ടാക്കിയ രേഖകൾ, നിനക്കെതിരെ ചമച്ച കഥകൾ, നിനക്കെതിരെ തയ്യാറാക്കിയ പദ്ധതികൾ, അതിൻ്റെ എല്ലാം അടിസ്ഥാനം സഹിതം ദൈവം ബ്രേക്ക് ചെയ്ത് കളയാൻ പോവുക. ഒന്നേ വേണ്ടു, എന്തോ വേണം? പ്രാർത്ഥിക്കണം, പാടണം, സ്തുതിക്കണം. പ്രാർത്ഥിക്കണം, സ്തുതിക്കണം, പ്രാർത്ഥിക്കണം, സ്തുതിക്കണം. നീ ഒരായുധത്തിൻ്റെ മേലും കൈവയ്ക്കണ്ട. നീ പ്രാർത്ഥനയിൽ നീ ഉറ്റിരുന്നാൽ മതി കുഞ്ഞെ. നിന്റെ വാതിൽ എന്താ തുറക്കാത്തേ, നീ എന്താ രക്ഷപ്പെടാത്തേ എന്നൊക്കെ നീ ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, നീ ഒന്നിലേക്ക് നീ പുറപ്പെടണ്ട. പഴയ നിയമത്തിൽ പറയുന്നത് പോലെ
യഹോശാഫാത്തിനോട് പറയുന്നത് പോലെ ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ നീ പ്രത്യേകിച്ചൊന്നും ബുദ്ധിയിൽ വർക്ക് ചെയ്യാൻ പോകണ്ട. നീ ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ കരം ചലിക്കാൻ പോവുക, അത്ഭുതത്തിൻ്റെ കരം ചലിക്കാൻ പോവുക. വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ഹല്ലേലൂയ. അവർ പാടി സ്തുതിച്ചപ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. ഇതാ ഞാൻ പറഞ്ഞേ, മനുഷ്യനിൽ നിന്നൊരു അനുകൂല ശബ്ദം ഉണ്ടായില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സ്വർഗീയ സ്വരത്തിൽ ശബ്ദം വെളിപ്പെടും. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, ഏവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. വളരെ നാളുകൾ കൊണ്ട് നിങ്ങൾ കെട്ടപ്പെട്ട ഒരവസ്ഥയിലാണോ? വളരെ നാളുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട ഒരവസ്ഥയിലാണോ? വളരെ നാളുകൾ കൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയാത്ത അവസ്ഥയിലാണോ? ഇന്ന് പരിശുദ്ധാത്മാവ് ആ കെട്ടുകളെ പൊട്ടിച്ച് നിന്നെ ഫ്രീ ആക്കുന്ന ഒരു മീറ്റിംഗ് ആയിരിക്കും. ഫ്രീ ആക്കുന്ന ഒരു മീറ്റിംഗ് ആയിരിക്കും. In the mighty name of Jesus. റോമർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം നോക്കിയേ. റോമർക്ക് എഴുതി, അതും കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം, അതിൻ്റെ 22-23 വാക്യങ്ങൾ. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കിക്കളയുന്നു. ഓ ശഖതയബ, എന്നെ ബദ്ധനാക്കിക്കളയുന്നു. അതൊരു സ്ട്രോങ് ഹോൾഡാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്നെ ബദ്ധനാക്കിക്കളയുന്നു. എന്നാൽ പൗലോസ് ഒരു ആത്മീയനാണ്, ആത്മാവിൻ്റെ ചിന്തകളുണ്ട്. പക്ഷെ തന്നെ ബദ്ധനാക്കി കളയുന്ന മറ്റൊരു പ്രമാണം വരുന്നു. ഈ വാർ എപ്പോഴും നമ്മുടെ മനസ്സിനകത്താണ്. അറിയുക, യുദ്ധം എപ്പോഴും നമുക്ക് പുറത്തല്ല, യുദ്ധം എപ്പോഴും മനസ്സിനകത്താണ്. ഞാൻ ഇനി ആ സ്ട്രോങ് ഹോൾഡുകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സ്ട്രോങ് ഹോൾഡുകളെ കുറിച്ചും കൂടെ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിനകത്ത് നമ്മൾ ഡെലിവർ ആയേ പറ്റൂ. വാർ എപ്പോഴും നമ്മുടെ മനസ്സിനകത്ത്, യുദ്ധം മനസ്സിനകത്താണ് സുഹൃത്തെ. യുദ്ധം നമുക്ക് പുറത്തുനിന്ന് വരുന്നു, അന്യഗ്രഹത്തിൽ നിന്ന് വരുന്നു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതിനുള്ള കോട്ട കെട്ടി കാത്തു സൂക്ഷിക്കുന്നത് നമ്മൾ തന്നെയാണ്. അത് പൊളിയണം. എന്നെ ബദ്ധനാക്കി കളയുന്നു. ആ ബദ്ധനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരാനുള്ള ഉപാധിയാണ് പൗലോസ് പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. പൗലോസ് പോലും മനസ്സിലാക്കിയൊരു കാര്യം ഇതാണ്: അന്യഭാഷ കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥന കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റത്തില്ല. ദൈവവചനത്തിനകത്തുള്ള എൻജോയ്മെന്റ്, ദൈവവചനത്തിനകത്തുള്ള രസം ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിന് അതൊരു രസമായാൽ മാത്രമേ അവൻ അതിനകത്തുനിന്ന് വിടുതലുള്ളൂ. എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു അഭിഷിക്തൻ പറയുകയാണ്, എന്നെ ബദ്ധനാക്കി കളഞ്ഞു. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടോ നിങ്ങൾക്ക്? ഇന്ന് കർത്താവ് അത് പൊട്ടിക്കാൻ പോവുക. ഹല്ലേലൂയ. ഇന്ന് ആരോടൊക്കെയോ ദൈവാത്മാവ് അതിശക്തമായി ഇടപെടുകയാണ്. എങ്ങനെ നിങ്ങൾക്ക് ഈ സാത്താനീയ കവറേജിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റും? അതായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ സാത്താനീയ കവറേജിനകത്തുനിന്ന് പുറത്തു വന്നാൽ നിന്റെ ഫിനാൻഷ്യൽ മേഖലകൾ ഫ്രീ ആകും. നിന്റെ കയ്യിലേക്ക് വരുന്നു 10 വരുന്നു, 10,000 പുറത്തേക്ക് പോകുന്നു. നിന്റെ ബന്ധങ്ങൾക്കകത്ത് ഫ്രീഡം ഉണ്ടാകും. വളരെ ചെറുപ്പം മുതൽ പരിചയമുണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു കാരണവും ഇല്ലാതെ പെട്ടെന്ന് മുഖം മുഷിഞ്ഞ് പിണക്കത്തിന്റെ രൂപത്തിൽ മാറുന്നു. ഇന്നലെ രാത്രിയും കൂടെ കണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കിടന്ന അയൽവാസി അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമാണോ? അല്ല. നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്ന കുട്ടി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവനെല്ലാം കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ, അവൻ എത്ര പഠിച്ചിട്ടും അവൻ ഓർമ്മ നിൽക്കാത്ത അവസ്ഥ, എല്ലാം വളരെ മനഃപ്പാടമാക്കിക്കൊണ്ടിരുന്ന ഒരു കുട്ടി പക്ഷെ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ എല്ലാം മറന്നു പോകുന്ന അവസ്ഥ, വളരെ പ്ലാനിങ്ങോടെ ചെയ്തു വന്ന ചില കാര്യങ്ങൾ പക്ഷേ അവരുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഉദ്ദേശിച്ച പോലെ അല്ല, എല്ലാം തിരിച്ചാ ചെയ്തു വെക്കുന്നത്. അവർ പോലും അറിയാതെ പ്ലാൻ ചെയ്തതൊന്ന്, നടപ്പിലായത് മറ്റൊന്ന്. എല്ലാം സഡൻലി
തിരിഞ്ഞു മറിയുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവാണ്. ആ അവസ്ഥയിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവാണ്. പൗലോസ് സുവിശേഷ പ്രസംഗത്തിന് ഇറങ്ങിയത് കാരാഗ്രഹത്തിനകത്ത് കിടക്കണമെന്ന് പറഞ്ഞിട്ടല്ല. പക്ഷേ പൗലോസിന്റെ മിനിസ്ട്രിയിൽ കാരാഗ്രഹം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെ. നമ്മളാരും പ്രാർത്ഥന പോരാളികളാകാൻ തീരുമാനിച്ചതും നമ്മൾ കർത്താവിനെ വിശ്വസിച്ചതും നമ്മൾ കാരാഗ്രഹത്തിൽ കിടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, കാരാഗ്രഹങ്ങൾ പൊളിയാൻ വേണ്ടിയില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില കാരാഗ്രഹങ്ങളുടെ അനുഭവങ്ങളുണ്ട്. അതിനെ തകർത്ത് മുന്നേറാൻ ദൈവാത്മാവ് നിന്നോട് ആലോചന പറയുകയാണ്. അത് തകർത്ത് മുന്നേറാൻ ദൈവം നിന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞിരിക്കട്ടെ. ഒരു ദൈവിക ഫ്രീഡം ദൈവം എൻ്റെ ജീവിതത്തിൽ തരണേ എന്ന് നിങ്ങൾക്ക് ഈ സമയം പ്രാർത്ഥിക്കാനുള്ളൊരു അവസരമുണ്ട്. നിങ്ങളുടെ മേഖലകൾ, നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലകൾ, അതിന്മേലൊരു ഡെലിവറൻസ് വേണം. നിങ്ങളുടെ സ്പിരിച്വൽ മേഖലകൾ, നിങ്ങൾക്കൊരു ഡെലിവറൻസ് വേണം. ഷഖാറബ, നിങ്ങൾക്കൊരു ഡെലിവറൻസ് വേണം. ലേബ്രോ കോയോ സറ്റേൽ ഗബോറ നേബ്രഹസി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓൾമൈറ്റി ഫാദർ, ഒരു ദൈവിക വിജയം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകും. ഒരു ദൈവിക വിജയം, ഒരു ദൈവിക പ്രവൃത്തി. ലേബ്രോ ഷറ്റയ ഗ്ലോറി ഗമാറോനെ സെറ്റേ എബ്രായോ ഗ്ലോറിയോ ഗോസാറ്റേലോ മാന്റലോ ഷെറ്റെർഗോ എനാംബ്രോ ഹോസറ്റെർബ. പ്രാർത്ഥിച്ചേ. ദൈവം എന്നെ തൊടണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. എന്നെ തൊടണമേ കർത്താവേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. എന്നെ തൊടണമേ. ഷഖൈനോ റഖൈനോ റിബദോ ലബറോകോ ഖറ്റൈബ്ര ഇൻതറബസ് ഖറ്റാല. എന്നെ തൊടണമേ കർത്താവേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഹോറിഗ ബാബ ശംദനെ. In the mighty name of Jesus. Mighty name. Ilbratala boshkata rikatala brabosh katerbalo limbros satarba lekina rabastro elbratoso nenkalto satarbo. In the mighty name, oh Father, mighty name shakatayaba. തുടർന്ന് പ്രാർത്ഥിച്ചേ. അതെ, പ്രാർത്ഥനയിൽ തൊട്ട ഒരു കാര്യം, പൗലോസിനെ പ്രാർത്ഥനയിൽ തൊട്ടൊരു കാര്യം. ഞാനൊരു ദൂതും കൂടെ പറയാം. ഈ അർദ്ധരാത്രിയിൽ നീ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നീ സന്ദേശം കേൾക്കുന്നതൊരു അർദ്ധരാത്രിയിലാണെങ്കിൽ, ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സാത്താൻ പണിത കതകുകളും വാതിലും ഓടാമ്പലും സഹിതം പറിച്ചെടുത്ത് മാറ്റാനുള്ളൊരു ദൈവിക ശക്തി നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുക. എൻ്റെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ മേലേക്ക്, എൻ്റെ ആത്മാവിലേക്ക് ദൈവം അതൊക്കെ ചെയ്യുമോ എന്ന് നീ സംശയിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ആ സംശയത്തിനകം എന്ന അസംശയം എന്ന സ്ട്രോങ് ഹോൾഡിൽ നിന്ന് നീ ആദ്യം പുറത്തു വരിക. അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരിക. ഒരു പുതിയ അഭിഷേകം, വിശ്വസിക്കാനുള്ളൊരു കൃപ ദൈവം നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നു. കർത്താവെ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെയാ കർത്താവെ വിശ്വസിക്കേണ്ടതെന്ന് ചോദിക്കുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഈ ആലോചന നിന്നോടാണ് എന്ന് നീ തിരിച്ചറിഞ്ഞാൽ അതൊരു വിശ്വാസമാണ്. ചിലരെ കർത്താവിന്റെ കൈ നീട്ടി തൊടാൻ പോവാ കേട്ടോ. ദാനിയേല് ദൈവശബ്ദം കേട്ടപ്പോ ദൈവത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. പക്ഷെ അദ്ദേഹത്തെ ബലപ്പെടുത്തിയ ഒരു അത്ഭുത കരം ഇന്ന് നീട്ടി അദ്ദേഹത്തെ 3 വട്ടം തൊട്ടെഴുന്നേൽപ്പിച്ചതുപോലെ നീ വീണു പോയ ചിലടത്ത് നിന്ന് പരിശുദ്ധാത്മാവ് നിന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുക. ദൈവിക ജീവൻ ഇതിനകത്ത് ചലിക്കുകയാണ്. ചിലരുടെ ഫിനാൻഷ്യൽ മേഖലയ്ക്കകത്ത് അസാധാരണമായ ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നു. കരിയറിൽ ഭയങ്കര ബ്രേക്ക് ത്രൂ നടക്കുന്നു. ജോലി സംബന്ധമായ സ്ട്രഗിൾസ് ക്യാൻസൽ ആകുന്നു. വിവാഹ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകുന്നു. പൊളിയുന്നു. ഹോ റഗദ ശബ്ദുനിബി ആംധുന റഗദല റബസ്. യാത്ര തടസ്സങ്ങൾ
കർത്താവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകുന്നു. ഈ തലമുറകളുമായി വിഷയം, തലമുറകളുടെ ഭാവിയുമായും സ്വഭാവവുമായും എല്ലാം ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ എൻകൗണ്ടർ ഉണ്ടാവും. ഒരു ഗ്ലോറിയസ് എൻകൗണ്ടർ. എനിക്കറിയാം ഒത്തിരി പേരെ പരിശുദ്ധാത്മാവ് ഈ സമയം ഡീപ്പായിട്ട് സ്പർശിക്കുന്നുണ്ട്. ഈ വസ്തുവുമായിട്ടൊക്കെ തർക്കത്തിൽ കിടക്കുന്നതും ജപ്തിയിൽ കിടക്കുന്നതും ഒരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്തതുപോലെയൊക്കെ കിടക്കുന്നതിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുത കരം ആ പ്രശ്നത്തിന്റെ അടിസ്ഥാനം ഇളക്കി മാറ്റുന്നുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ നടന്ന അത്ഭുതമേ ഒന്ന് നോക്കണം. പ്രാർത്ഥിച്ചപ്പോൾ എന്തൊക്കെയാ നടക്കുന്നേ? ഭൂകമ്പം പോലൊരു ശബ്ദം, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിന്റെ ഇളക്കം, വാതിലുകളുടെ തുറവി, ചങ്ങലകളുടെ അഴിഞ്ഞു വീഴൽ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അങ്ങനത്തെ മാനിഫെസ്റ്റേഷൻസ് നടക്കട്ടെ. സകല മേഖലകളിലേക്കും ഞാൻ ഈ വചനം ഡിക്ലെയർ ചെയ്യുന്നു. ഒരു ദൈവശക്തി വെളിപ്പെട്ടപ്പോൾ, പരിശുദ്ധാത്മ ശക്തി വെളിപ്പെട്ടപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഭക്തന്മാർക്ക് വേണ്ടി സംഭവിച്ചെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും ഇതൊക്കെ സംഭവിക്കട്ടെ. ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സമയം. കുഞ്ഞേ ഞാനൊരു കാര്യം പറയട്ടെ. പൗലോസും ശീലാസും നിഷ്കളങ്കന്മാരാ. ഭൂകമ്പം ഉണ്ടാകാനും കാരാഗ്രഹം തുറക്കാനും അടിസ്ഥാനം ഇളകിപ്പോകാനും എല്ലാരെയും പേടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല മുട്ടുകുത്തിയത്. പക്ഷെ മുട്ടുകുത്തിയപ്പോൾ ഇതൊക്കെ സംഭവിച്ചു. പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ ഇതൊക്കെ സംഭവിച്ചു. ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. Holy Ghost in the mighty name. 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 Oh Ramasete in the mighty name of Jesus. നീ ഏത് സമയമായി സന്ദേശം കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നീ എപ്പ കണ്ടാലും ഇത് ആത്മാവ് നിന്നോട് അറിയിക്കാൻ വേണ്ടി ഇതിനകത്ത് പതിച്ചിടുന്ന ഒരു വാക്കാണ്. നഷ്ടപ്പെട്ടുപോയ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ നീ പിടിച്ചോണം. നഷ്ടപ്പെട്ടുപോയ പ്രാർത്ഥനാ ജീവിതം. സമയമില്ലാത്തതുകൊണ്ട് പ്രാർത്ഥിക്കാത്തവരുണ്ട്, സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പ്രാർത്ഥിക്കാത്തവരുണ്ട്, മനസ്സ് മൂടുമില്ലാത്തതുകൊണ്ട് പ്രാർത്ഥിക്കാത്തവരുണ്ട്. ഒരു മൂടില്ല, ഒരു മനസ്സില്ല, ഒരു എനർജിയില്ല. പക്ഷെ കുഞ്ഞെ, പൗലോസിനോടും ശീലാസിനോടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാല് അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു അന്തരീക്ഷമേ ഇല്ല. ഒരു കാരാഗ്രഹത്തിനകത്തും കാടിനകത്തും വഴിവക്കത്തും തകരാൻ പോകുന്ന കപ്പലിനകത്തും ഒക്കെ അവര് പ്രാർത്ഥിച്ച്. നമുക്ക് ഇത്രയും വലിയ സംവിധാനം ഒരുക്കി ഇട്ടേക്കുമ്പോഴ നമുക്ക് മൂടില്ല എന്ന് പറയും. ഹല്ലേലൂയ. സാഹചര്യം ഇല്ലെന്ന് പറയും, സമയമില്ലെന്ന് പറയും. അവര് രാത്രിയെ പകലാക്കി പ്രാർത്ഥിച്ചവരാണ്. അവസരമില്ല എന്ന് പറയും. അവരുടെ ജീവിതത്തിൽ അവസരം എന്ന് പറയുന്ന സംഭവമില്ല. അവസരമില്ലായ്മകളെ അവസരങ്ങളാക്കി കണ്ടവരാണ്. കർത്താവ് എല്ലാ കാര്യവും അങ്ങ് ഒരുമിച്ച് സെറ്റിൽ ചെയ്ത് തന്നെങ്കിൽ പിന്നെ നമ്മൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്നതിന്റെ ആവശ്യമില്ല. എന്റെ അവസരമില്ലായ്മകളാണ് എനിക്കുള്ള ഏറ്റവും വലിയ അവസരങ്ങൾ. എന്റെ സമയമില്ലായ്മകളാണ് എനിക്കുള്ള ഏറ്റവും വലിയ സമയങ്ങൾ.
എന്റെ സൗകര്യമില്ലായ്മകൾ തന്നെയാണ് എനിക്കുള്ള ഏറ്റവും വലിയ സൗകര്യങ്ങൾ. ഇത് ആരോടൊക്കെയോ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഹോളി ഗോസ്റ്റ്. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേട്ടോണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ചങ്ങലകൾ അഴിയട്ടെ. ഇവരായിരിക്കുന്ന കാരാഗ്രഹങ്ങൾ തുറക്കട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. വാതിലുകൾ തുറക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി നന്ദി. ഈ ജനത്തെ തൊട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.